ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഗെയിമിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് സിസ്റ്റർക്ക് അറിയാം. അപ്പൊ അധികം വൈകിക്കാൻ നമുക്ക് ഗെയിമിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ. ഇന്ന് ഗെയിം കളിക്കാൻ സിസ്റ്റർക്ക് 3 പേര് ആവശ്യമുണ്ട്. ആരാ വരുന്നേ? എല്ലാവരും കൈപ്പൊക്കിയാൽ ശരിയാവൂലല്ലോ. അമിത് പോരെ, നൈജലും റോസും പോരെ. അപ്പൊ നമുക്ക് ഇച്ചിരി ഡേഞ്ചറസ് ആണ് ഗെയിം, പേടിക്കൊന്നും ചെയ്യരുത് കാണുമ്പോൾ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പ്രവേശിക്കാം. ഇതാണ് നമ്മുടെ ഗെയിം. പേടിയാവുന്നുണ്ടോ ആർക്കെങ്കിലും? അമിത്തെ ഇല്ല. ഓ, എല്ലാവരും നല്ല ധൈര്യശാലികളാ. അപ്പൊ ഗെയിം ഇങ്ങനെയാണ്. ഇവിടെ കത്തിച്ചു വെച്ച തിരി കണ്ടോ നിങ്ങൾ? ആ പാത്രത്തിൽ ബലൂൺ ഉണ്ട്. ഒരു ബലൂൺ എടുക്കണം, അത് വീർപ്പിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ എയറിലെ ആ കാറ്റ് കൊണ്ട് ഈ കാണുന്ന തിരികൾ കെടുത്തണം. നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് തരും. ചിലപ്പോൾ ഒരു പ്രാവശ്യം ബലൂൺ വീർപ്പിച്ചിട്ട് കെടുത്തി വീണ്ടും വീർപ്പിക്കണമെങ്കിൽ വീർപ്പിക്കാൻ 30 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ എല്ലാ തിരികളും കെടുത്തുന്ന വ്യക്തിയാണ് എന്ത്? വിജയ്. ഓക്കെ. അപ്പോൾ ആരാദ്യം തുടങ്ങുന്നേ? അല്ല, നൈജിൽ അമിത്തിന്റെ നൈജിൽ കയറട്ടെ ആദ്യം. ഓക്കെ. അപ്പൊ നൈജിലിന് നമുക്ക് ആദ്യത്തെ ചാൻസ് കൊടുക്കാം. ഓക്കെ. വെയിറ്റ്. അപ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നോക്കാം നൈജിൽ എത്ര കെടുത്താനായിട്ട് സാധിച്ചെന്ന്. ഇത് ടോട്ടൽ 17 തിരിയുണ്ട്. അതിൽ 17 4 മാത്രമേ കെടുത്താൻ സാധിക്കാതിരുന്നു. അപ്പൊ എത്ര എണ്ണം ബാക്കിയുണ്ട്? 13 എണ്ണം. മിടുക്കൻ. നമുക്ക് നല്ല കൈഡി കൊടുക്കാം. ട്രൈ ചെയ്തു അല്ലേ? ഓക്കെ. ബലൂൺ വെച്ചു. ഓക്കെ. ഇനി അടുത്തത് ആരാ വരുന്നേ? റോസിനെ വിളിക്കാം. ഓക്കെ, റോസ്. അപ്പൊ ഈ തിരി സിസ്റ്റർ കത്തിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ബലൂൺ എടുത്തോ. നമുക്ക് നല്ലോണം റോസിനെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്ര തിരി ബാക്കിയുണ്ട്? 13. ഓക്കെ. അപ്പൊ എത്ര എണ്ണം കെടുത്തി? 14. നല്ലൊരു കൈഡി കൊടുക്കാം അല്ലേ? ഓക്കെ. ബലൂൺ വെച്ചു. അമിത്തെ 4, 3. ഇനി അമിത്തിന്റെ ചാൻസ് ആണ്. ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട കേട്ടോ. ഇത് കത്തിച്ചു തരാം. പേടിക്കണ്ട, ഇനി അമിത്തിന്റെ കയ്യിലാണ്. ഓക്കെ അമിത്, ഒരു ബലൂൺ എടുക്കുക. ടൈം സ്റ്റാർട്ട്സ് നൗ. എത്ര തിരി? 1 2 3 4 5 6 തിരി കെടുത്താൻ സാധിച്ചില്ല അല്ലേ? കുഴപ്പമില്ല. 3 പേര് നല്ലോണം കളിച്ചില്ലേ? ആരാണ് നമ്മുടെ വിജയ്? റോസ്. പക്ഷെ റോസ് വന്ന് നിന്നപ്പോ ജയിക്കുമെന്ന് റോസ് വിചാരിച്ചായിരുന്നോ? ഇല്ല, ഒട്ടും വിചാരിച്ചില്ല. എന്താ വിചാരിച്ചേ? എനിക്ക് പറ്റൂലെന്ന് വിചാരിച്ചു. പിന്നെ ബലൂണിലോട് അത്ര വലിയ അങ്ങനെ വീർപ്പിക്കാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഗെയിമിനെ വിളിച്ചുകൊണ്ട് കളിച്ചു. പക്ഷെ വിജയിച്ചില്ലേ? ഇപ്പൊ ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? മെഡിക്കട്ടോ പോയിട്ട്. പിന്നെ നൈജിലിന് എന്താ തോന്നി? ആദ്യം കുറെ വീർപ്പിച്ച് ഒരു ലൈൻ മൊത്തം കവർ ചെയ്തപ്പോഴേക്കും ലാസ്റ്റത്തെ ലൈന് ഒരു 4 ഉണ്ടായിരുന്നു. അത് ഫുള്ള്
ചേർക്കാൻ നോക്കും ടൈം കിട്ടിയില്ല. ടൈം ആയിരുന്നു ഇവിടെ പ്രശ്നം. പക്ഷെ നൈജിൽ നല്ലോണം കളിച്ചു. പിന്നെ നൈജിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് അറിയാം, അമിത് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ നിന്ന് നൈജിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു ലൈൻ മൊത്തം ചെയ്യണം, മൊത്തം പറഞ്ഞു കൊടുക്കുക. അതാ നല്ലൊരു കാര്യം കേട്ടോ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ഗുഡ്. ഇനി അമിത്തിന് എന്താ തോന്നി? അമിത് പേടിച്ച് വരച്ചിരിക്കുക. ഓക്കെ അമിത്. ആദ്യം ചെയ്തു, എന്നിട്ടും ക്യാൻഡിൽസ് ഒന്നും പോകുന്നില്ല. ആദ്യത്തെ ചെയ്തപ്പോ അത് വീണു അല്ലേ? അപ്പൊ അത്രയും ശക്തമായി തന്നെ അമിത് കളിച്ചു. മിടുക്കല്ലേ? ഓക്കെ, പോയിരുന്നു കേട്ടോ. അപ്പൊ അപ്പൊ ഈ ഗെയിം കളിച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സമയം കളയരുത്. ഓക്കെ, നല്ല പോയിന്റ്. പിന്നെയോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നിയ? എല്ലാം പെട്ടെന്ന് ചെയ്യണം. പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ ചെയ്യണം. നിങ്ങൾക്ക് അലോട്ടഡ് ടൈം അല്ലെ? എല്ലാം നമ്മൾ ബിസി ലൈഫിലൂടെ അല്ലേ കടന്നു പോകുന്നത്. അപ്പൊ എല്ലാം ചെയ്യാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ പറ്റില്ല എന്ന് വിചാരിക്കുക. അത് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെന്റ്, നല്ലോണം ടൈം യൂസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കിടത്തിയില്ലേ, ഇതുപോലെ കിടത്താനായിട്ട് നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാവും? കുറെ ശക്തമായ കാറ്റുകൾ നമ്മളായിരിക്കുന്ന തിരി കെടുത്താനായിട്ട് വരും അല്ലേ? കുറെ കാറ്റുകൾ വരും. അപ്പോഴും ഈ തിരി കണ്ടോ, ഈ 4 തിരി നൈജിൽ ചെയ്തപ്പോഴും 3 തിരി അല്ലേ? അത് ശക്തമായി തന്നെ അവിടെ നിന്നു. അതുപോലെ ഈ തിരിയെ പോലെ എന്നും തെളിഞ്ഞു നിൽക്കണം നമ്മൾ അല്ലേ? ശക്തമായ കാറ്റ് വന്നാലും പതറാതെ തളരാതെ എന്നും തെളിഞ്ഞു നിൽക്കണം. മാലാഖേ, എന്തു പറ്റി? എന്താ നോക്കുന്നത്? അത് കണ്ടു വച്ചു. കഷ്ടം, പാവം അപ്പൂപ്പൻ. ഈ അപ്പച്ചൻ മാത്രമല്ല, ആരോരും സ്നേഹിക്കാനില്ലാതെ പല പല വീടുകളിൽ കുറെ പേരുണ്ട്. കുറെ പേർ വൃദ്ധമന്ദിരങ്ങളിലേക്കും തള്ളപ്പെടുന്നു. വൃദ്ധ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്നും അവർ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണെന്നും അടുത്ത സെഗ്മെന്റിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. കഥ ഇഷ്ടമാണോ? സിസ്റ്റർ കഥ പറഞ്ഞു തരുന്നതിന് മുൻപ് ഇതിനു മുൻപ് ഒത്തിരി പേര് നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട് കുഞ്ഞിലെ തൊട്ട് നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നത് ആരാ? ഓക്കെ, ഗ്രാൻഡ് പാരൻസ്. പിന്നെ വല്യമ്മച്ചി, വല്യപ്പച്ചൻ, പല പേരിലാണ് നിങ്ങൾ വിളിക്കുന്നത്. അമ്മാമ, അപ്പാപ്പൻ. ആരുടെ ഒക്കെ വീട്ടിലുണ്ട്? എല്ലാവരുടെ വീട്ടിലുണ്ടോ? ഇല്ല. ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഓക്കെ, ചുരുക്കം പേരുടെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം സിസ്റ്റർ ചോദിക്കാം, ആരും കേൾക്കുന്നില്ല, രഹസ്യമായിട്ടാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണോ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ? ഒത്തിരി ഇഷ്ടമാണല്ലേ? പക്ഷേ ചിലപ്പോൾ പഠിക്കടാ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? എന്നാ സിസ്റ്റർ ചോദിക്കാം, ജോസഫിന് എപ്പോഴാണ് വിഷമം തോന്നുന്നേ? അവർ ഉപദേശിക്കുമ്പോൾ വിഷമം തോന്നുന്നു. പിന്നെ അൽഫോൻസിനോ? പഠിക്കുന്നു പറയുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പിന്നെ ജിംനയ്ക്ക് എപ്പോഴാണ് വിഷമം തോന്നുന്നേ? വഴക്ക് പറയുമ്പോൾ വിഷമം വരും. അവർ നമ്മളോട് പഠിക്ക് ഉപദേശിക്കുമ്പോൾ കളിക്കണ്ട എപ്പോഴും നമ്മുടെ പുറകെ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ദേഷ്യം തോന്നും, അവരോട് വിഷമം തോന്നും. പക്ഷേ സിസ്റ്റർ എന്ന് നിങ്ങളോട് പറയാം മക്കളെ, അവരങ്ങനെ പറഞ്ഞാലും നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ അവർ ചിലപ്പോൾ രോഗമായിരിക്കും, പ്രായമായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും അവർക്ക്. പക്ഷേ അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്, ഒത്തിരി അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ സ്കൂളിലൊന്നും പോയിട്ടുണ്ടാകില്ല. നിങ്ങൾക്കിപ്പോൾ ഉള്ള അറിവ്, അത്രയും അറിവ്, നെറ്റിൻ്റെയും ഈ ലോകത്തിൻ്റെതായ സയൻസിൻ്റെ വലിയ അറിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ വേദനിക്കുന്ന ഒത്തിരി ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. പക്ഷെ നമ്മളത് പലപ്പോഴും കാണാറില്ല. ഇന്ന് മെലിറ്റ് നമ്മുടെ മുൻപിൽ ഒരു അമ്മച്ചിയുടെ വേദന അവതരിപ്പിക്കുകയാണ്. മെലിറ്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആ മൈന പറിച്ചിന് മാത്രം നമ്മളോട് വേണ്ട, ഗുളിക കുടിക്കാൻ നമുക്ക് മനസ്സില്ല. അനുപ്പൂപ്പയ്ക്കാണ്ട പിരാന്ത്. അനക്കറിയോ, ആമിനാന്നല്ലാണ്ട് കെട്ടും പോലും വിളിച്ചില്ല. പക്ഷേ വിളിച്ച് മോനെ കെട്ടിയോള് പീച്ചിന്ന്. അതിന്റെ അർത്ഥം നമുക്ക് പൊടി കിട്ടിയില്ലല്ലോ. ഓളെ മോനടക്കാൻ കൊടുത്തിയാൽ അതിനാ മോൻ നമ്മളെ ഈ പീരാന്തന്മാരുടെ കൊണ്ടാക്കിയ. അല്ല നാരായണിയമ്മേ, ഞാൻ ഇത്തിരി സന്തോഷത്തിലാണല്ലോന്ന്. സന്തോഷത്തിൽ തന്നെയാ ഇന്നെന്നെ കൊണ്ടുപോവാൻ മോളും മരുമോളും കൊച്ചുമോനും ഒക്കെ വരുന്നുണ്ട്. ഡോക്ടർ അച്ഛനാ പറഞ്ഞത്. എന്താ ഒരു ശബ്ദം?
അതാ 8ാം വാളിലെ പെൺകുട്ടിയാന്ന്. അതിന്റെ കെട്ടിയൊരു മുയി കുടിയനായി. ഈന്റെ കുട്ടീനെ കൊന്ന് ഈനെ പ്രാന്താന്ന് പറഞ്ഞ് ഈടെ കൊണ്ടാക്കിയാണ്. കുട്ടീനെ ചോദിച്ച് കരിയാ പാവം. എന്റെ ഈശ്വരാ. ആമിനാത്ത, എന്റെ മോൻ, മരിമോള്, കൊച്ചുമോൻ, മുത്തശ്ശിയുടെ മുത്തേ, അടുത്ത് വാ വാ. ഞാൻ വരൂല. ഡാഡി പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശിക്ക് മാഡാണെന്ന്. നേരാണോ മുത്തശ്ശി? എന്തിനാടാ ഈ കൊച്ചു കുട്ടിക്ക് നീ വിഷം കുത്തി വെച്ചത്? എനിക്ക് ഭ്രാന്തില്ലടാ. നീ ഡോക്ടറോട് ചോദിച്ചു നോക്കടാ. എനിക്ക് ഭ്രാന്തില്ലടാ. എന്നെ കൂടെ അമേരിക്കക്ക് കൊണ്ടുപോടാ. ഫാദർ, അമ്മയ്ക്കെല്ലാം ഭേദമായി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ വയലുണ്ടാകുന്നത്? ഈ ഒരു അവസ്ഥയിൽ അമ്മയെ കൊണ്ടുപോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. അമ്മയോട് നിൽക്കട്ടെ. മിസ്റ്റർ കിഷോർ, ഇത്രയും നാളും നിങ്ങളുടെ അമ്മയെ ഞാൻ പരിശോധിച്ചിട്ട് യാതൊരു കുഴപ്പമുള്ളതായി എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. പിന്നെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നത് ഈ തലമുറയുടെ ഒരു ഫാഷൻ ആയിരിക്കുന്നു. നിങ്ങൾ ഉചിതം പോലെ ചെയ്തോളൂ. ഇല്ലച്ചോ, ഞാൻ പോവില്ല. ഇവന്റെ കൂടെ പോയാ ഇവനെന്നെ കൊല്ലാനും മടിക്കില്ല. പോടാ, എനിക്ക് നിന്നെ കാണണ്ട. നീ നിന്റെ ഭാര്യയുടെ ചെക്കനുസരിച്ച് സുഖമായി ജീവിച്ചോ. പെറ്റ വയറിനെ മറന്നോടാ. പോടാ, നീ ഗുണം പിടിക്കില്ലടാ. ഗുണം പഠിക്കില്ല. അച്ഛോ, ഞാൻ ഫാദർന്ന് മാത്രല്ലേ വിളിച്ചുള്ളൂ. ഒരു തവണ, ഒരേ ഒരു തവണ ഞാനൊന്ന് മോനേന്ന് വിളിച്ചോട്ടെ. മോനേന്ന് വിളിച്ചോട്ടെ. മാതാപിതാ ഗുരുദേവം, ഇത് നമ്മുടെ പൗരാണികമായ പ്രാർത്ഥനയാണ്. മറക്കരുത്. നന്ദി, നമസ്കാരം. നല്ലതായിരുന്നു കേട്ടോ. മെലിറ്റ് നല്ലവണ്ണം കളിച്ചു. ഇന്ന് മെലിറ്റ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ഒരു അമ്മച്ചിയുടെ വേദനയാണ്. അത് വളരെ ഹൃദയസ്പർശിയായി തന്നെ മോൾ അവതരിപ്പിച്ചു. ഇന്നിത് നമ്മൾ കണ്ടത് ഒരു കഥയായിട്ടല്ല മക്കളെ, യാഥാർത്ഥ്യമാണ്. ഒത്തിരി ഓൾഡ് ഏജ് ഹോമുകളിലും വീടുകളിലുമായിരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും കരയുകയാണ്. അവരെ നമ്മളിപ്പോൾ കണക്കാക്കുന്നത് എന്താ? മാഡായിട്ടും ഒന്നിനും കൊള്ളൂല എന്നായിട്ടൊക്കെയാണ് നമ്മൾ അവരെ കരുതുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സ്നേഹമുണ്ട് അവരോട്. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കാൻ മറന്നുപോകും. ഇന്ന് നല്ലൊരു തീരുമാനം എടുക്കുക. അവരെന്തു പറഞ്ഞാലും എൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ പറയുന്നത്. അവരെ ഞാൻ സ്നേഹിക്കണം. ചിലവരൊക്കെ നമ്മൾ റോട്ടിലൊക്കെ കണ്ടിട്ടുള്ളേ, ഭിക്ഷ യാചിച്ചും. അവരൊക്കെ നല്ല പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരാ. പക്ഷെ പ്രായമായപ്പോൾ ആരും അവരെ പരിഗണിച്ചില്ല. വെറും വേസ്റ്റായിട്ട് അവരെ റോട്ടിലേക്ക് ഓൾഡ് ഏജ് ഹോമിലേക്കും എറിഞ്ഞു. സമയമില്ല നമുക്ക് അവർക്ക് വേണ്ടി. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയെ സ്നേഹിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് നിങ്ങൾ പ്രകടിപ്പിക്കണം. സിസ്റ്റർ ഒരു ചെറിയ ഹോംവർക്ക് ഇന്ന് തരാൻ പോവാ. റെഡിയാണോ നിങ്ങളത് ചെയ്യാൻ? പ്രോമിസ് ചെയ്യണം അത് ചെയ്യുമെന്ന്. ഇന്ന് വീട്ടിൽ പോയി എല്ലാവരും, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ചിലപ്പോൾ മരിച്ചു പോയിരിക്കും, അല്ലെങ്കിൽ ദൂരെ പ്രദേശങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇന്ന് എല്ലാവരും വീട്ടിൽ പോയി ഒരു കത്ത് എഴുതണം. ആർക്കാ? ഗ്രാൻഡ് പാരൻസിനെ. അവരോടുള്ള നന്ദിയും സ്നേഹവും എല്ലാം അതിൽ നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് ദൈവസന്നിധിയിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അവർ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മുടെ കൂടെ, പക്ഷെ അത് ദൈവം കാണുന്നു. അവരുടെ അരികിൽ ആ സ്നേഹവും നന്ദിയും എത്തിക്കും ദൈവം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഗ്രാൻഡ് പായും ഗ്രാൻഡ്മയും അനുസരിക്കാതിരിക്കുകയും അവരെ വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ എല്ലാ അനുസരണക്കേടിലും അവരോട് ക്ഷമ ചോദിക്കും. എന്നും അവരുടെ കൂടെ ഇരിക്കുവാനും സംസാരിക്കുവാനും അവരെ സഹായിക്കുവാനും ഞാൻ സമയം കണ്ടെത്തുകയും ചെയ്യും. നല്ല കൂട്ടുകാരെ, നമുക്കും അച്ചുവിനെ പോലെ നല്ല തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പായുടെയും ഗ്രാൻഡ് മേയുടെയും കൂടെ ഇന്ന് പാട്ടുപാടി കളിച്ചാലോ?
കളിച്ചിടണം ഗുരുതരവരെയും സോദരയെല്ലാം സ്നേഹിച്ചിടണം യേശുവിൻ കൽപ്പന അത് നമ്മെ പോലെ തന്നെ കൂട്ടുകാരൊത്തുന്ന കൂടിയിടുമ്പോഴെല്ലാം ആഘോഷമായിടുമ്പോൾ മദ്യമയക്കുമരുന്നു പുകയില ദൂരയകറ്റിടണം നമ്മുടെ നാട്ടിനകറ്റിടണം ക്രിക്കറ്റും ഫുട്ബോളും ഷട്ടിലുമെല്ലാം നന്നായി കളിച്ചിടണം പഠനത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ എല്ലാം നശിച്ചിടുമേ നമ്മുടെ ഭാവി തകർന്നിടുമേ ഫേസ്ബുക്കും യൂട്യൂബും സെൽഫിയും നമ്മെ അന്തരായി മാറ്റരുതേ വാട്സപ്പിൽ അങ്ങനെ നോക്കിയിരുന്ന് ആപ്പിലായി പോകരുതേ ചുമ്മാ ആപ്പിലായി പോകരുതേ പ്രാർത്ഥിച്ചിടണം പള്ളിയിൽ പോകണം ഈശോയിൽ ഉള്ളിൽ വേണം ആത്മാവിൽ ദാനങ്ങൾ സ്വീകരിച്ചിടാൻ നന്നായി ഒരുങ്ങിടണം നമ്മൾ നിത്യം ഒരുങ്ങിടണം എല്ലാം നല്ലതിനാൽ നമുക്കെല്ലാം നല്ലതിനാൽ ദൈവം ലോകത്ത് നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനാൽ ഇതാണ് നമ്മുടെ ഗെയിം. Acredite que nenhum de nós já nasceu com jeito pra super-herói. അവരുടെ ആ കുറവ് അവര് കുറവായിട്ട് നോക്കിയോ അല്ലെങ്കിൽ അത് സഹനമായിട്ട് കരുതിയോ? ഇല്ല, സന്തോഷത്തോടു കൂടി അവർ ആയിരുന്നു.